നമസ്തേ. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങളാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണ്. അത് അധ്യായം 2-ൽ 14, 15 ശ്ലോകങ്ങളാണ്. ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഭാഗമാണ്. ആദ്യ ഭാഗങ്ങളിൽ വരുന്നതാണ് ഈ 2 ശ്ലോകങ്ങൾ. അർജുനൻ തൻ്റെ വ്യഥകൾ ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ വയ്ക്കുന്നു. അതായത് യുദ്ധം മുന്നണിയിൽ വന്ന് നിൽക്കുമ്പോൾ യുദ്ധം ചെയ്യുന്നതിനോടുള്ള അയാളുടെ അതൃപ്തി, അയാളുടെ വിരക്തി, അയാളുടെ അനിഷ്ടം അയാൾ പ്രകടിപ്പിക്കുകയാണ്. അതിന് ഓരോ കാരണങ്ങൾ അയാൾ നിരത്തുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ പറയുന്നത്, നീ വെറുതെ ഈ ഒരു ക്ലൈബ്യം ബാധിച്ചിരിക്കുകയാണ്, നിന്നെ മണ്ടത്തരം ബാധിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ മൂഢത ബാധിച്ചിരിക്കുകയാണ്. ഇതല്ല, നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം മരിക്കാൻ പോകുന്നവരെക്കുറിച്ചൊന്നും നീ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇരിക്കുന്നവരെക്കുറിച്ച് നീ ഒരുപാട് വ്യഥ ഉൾക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഈ ശീതോഷ്ണങ്ങളും, അതായത് ശീതം ഉഷ്ണം, 2 വിപരീതമായിട്ടുള്ള ഈ പ്രകൃതി പ്രതിഭാസങ്ങളാണ്. അതുപോലെ സുഖം ദുഃഖം, ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്, സ്പർശം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അവയുമായിട്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് ശീതോഷ്ണങ്ങളും സുഖദുഃഖങ്ങളും ഉണ്ടാകുന്നത്. അതിനെയൊക്കെ സഹിച്ചേ പറ്റും, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതാണ് 14-ാമത്തെ ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. ശീതോഷ്ണങ്ങളെയും സുഖദുഃഖങ്ങളെയും നൽകുന്നവയാണ് ഈ മാത്രാസ്പർശം. മാത്രാസ്പർശം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളോടുള്ള ബന്ധം. അത് ഭൗതിക വസ്തുക്കൾ നമുക്ക് വേണമെന്നോ, അല്ലെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൗതിക ശരീരത്തോടു കൂടി ഇരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അത്രത്തോളം കാലം സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. അതുപോലെ തന്നെ ശീതവും ഉണ്ടാവും, ഉഷ്ണവും ഉണ്ടാവും. കാരണം എന്താണ്? ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വന്ദ്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ശീതമുണ്ടെങ്കിൽ ഉഷ്ണമുണ്ട്. ശീതമുണ്ടെങ്കിലേ ഉഷ്ണം നമുക്ക് തിരിച്ചറിയാൻ തന്നെ പറ്റുകയുള്ളൂ. ശീതമുള്ളിടത്താണ് ഉഷ്ണവും ഉണ്ടാകുന്നത്. അതിന് വിപരീതമായിട്ടാണ്. അതുകൂടെ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അതുകൂടെ നിന്നില്ലെങ്കിൽ, ശീതവും ഇല്ല ഉഷ്ണവും ഇല്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ പിന്നെ നമുക്കിത് രണ്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല. വളരെ സുഖകരമായ ഒരവസ്ഥയാണ്. ഇനി ശീതം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഉഷ്ണം വേണ്ട, ശീതം മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ശീതം മാത്രം ഉണ്ടാവത്തില്ല. ഒരു ഇരട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഈ ശീത ഉഷ്ണങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുകയുള്ളൂ. ഇരട്ട ഉണ്ടാവും. അതുപോലെ സുഖദുഃഖങ്ങൾ, എനിക്ക് ഞങ്ങൾക്ക് സുഖം മാത്രം മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ദുഃഖം കൂടെ ഉണ്ടെങ്കിലേ സുഖമുള്ളൂ. അപ്പോൾ സുഖം മാത്രം മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു അസാധ്യമായി, ഈ ഭൗതിക ലോകത്ത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സുഖവും ദുഃഖവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ ഭൗതിക ലോകത്ത്. അതിനെ സഹിക്കുക, അത് വന്നും പോയും ഇരിക്കും. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമ അപായിനോ അനിത്യാഹ താം തിദിക്ഷസ്വ ഭാരത. ആഗമ അപായിനോ അനിത്യഹ, വന്നും പോയി ഇരിക്കും, അത് അനിത്യവുമാണ്, എന്നും ഒരുപോലെ നിൽക്കത്തില്ലത്. ആഗമ അപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത, അതിനെ സഹിക്കുക. അതാണ് അനിവാര്യ, ഈ ഭൗതിക ലോകത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അർജുനനെ ബോധിപ്പിക്കുക. നീ സഹിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ നിനക്കതുകൊണ്ട് ദുഃഖം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എന്തുമായാലും നമ്മൾ ജീവനുള്ളിടത്തോളം കാലം നമ്മളിത് രണ്ടും അനുഭവിക്കണം. അപ്പം ഇത് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിക്കുന്നത്? ഒന്നിൽ മരിച്ചു പോകണം. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് ഒരു വ്യക്തിയായിട്ട് നമ്മൾ നിലനിൽക്കുന്നില്ല. പുനർജന്മം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇതേ വ്യക്തി, ഞാൻ എന്ന ആൾ തന്നെ മറ്റൊരു ശരീരം നേടി ഇതേ വ്യക്തി തന്നെ തുടരുന്നു എന്നുള്ള സങ്കല്പം ശരിയല്ല. അത് കഥകളിൽ മാത്രം കാണുന്നതാണ്. അത് വേറൊരു വിഷയമാണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പോകുന്നില്ല. അതായത് നമ്മൾ ഈ ഭൗതിക ശരീരത്തോട് ഇരിക്കുന്നിടത്തോളം കാലം
നമുക്ക് സുഖദുഃഖങ്ങൾ രണ്ടും ഏതെങ്കിലും ഒന്ന് മാത്രം ഇഷ്ടപ്പെടുകയും മറ്റേത് വേണ്ടെന്ന് വിചാരിക്കുകയും പറ്റത്തില്ല. രണ്ടും നമ്മൾ അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അനുഭവിക്കണം. ഇതാണ് ആദ്യം പറഞ്ഞെടുത്തത്. ഇനി പറയുന്നത് എന്താണ്? യം ഹിന വ്യഥയന്തി ഏതേ ഇവയെ, അല്ലെങ്കിൽ ഇവകൾ ആരെയാണോ ക്ഷോഭിപ്പിക്കാത്തത്, ആരിലാണോ വ്യഥയുണ്ടാക്കാത്തത്, അവർ വ്യഥയന്തിയേതേ പുരുഷം, അങ്ങനെയുള്ള പുരുഷൻ, വ്യക്തി, സമദുഃഖ സുഖം ധീരം, ആ ദുഃഖങ്ങളെയും സുഖങ്ങളെയും സമമായിട്ട് കാണുന്ന ആ ധീര പുരുഷൻ അമൃതത്വായ കൽപ്പതേ, അവൻ അമരത്വം പ്രാപിക്കും, അവൻ അമരത്വം പ്രാപിക്കാൻ യോഗ്യനാണ്. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് ഈ സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും നമ്മളെ അത് ചലിപ്പിക്കാൻ പാടില്ല. അങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സുഖവും ദുഃഖവും വന്നും പോയും ഒക്കെ ഇരിക്കുന്ന ഇത് നമ്മൾക്ക് ഒരു പ്രശ്നവും നമ്മളിൽ ഉണ്ടാക്കുന്നത്, നമ്മൾ എന്നും ശാന്തിയോടെ ആനന്ദത്തോടെ നമ്മൾ നിലനിൽക്കും. ഇങ്ങനെ നിലനിൽക്കുന്നതാണ് അമരത്വം എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അയാൾ അമരനായി തീരും. അതായത് അമരനായി തീരുന്നത് എങ്ങനെയാണ്? സുഖങ്ങളോ ദുഃഖങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചാഞ്ചാട്ടം കൊള്ളാതിരിക്കുക, അവയൊന്നും നമ്മളെ മതിക്കാതിരിക്കുക, നമുക്ക് വ്യഥയുണ്ടാക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വാധീനിക്കത്തതേയില്ല, നമ്മളെ ബാധിക്കത്തില്ല. അപ്പം നമ്മുടെ സ്ഥിരമായ ഒരു അവസ്ഥ എന്താണ്? നമുക്ക് ഈ സുഖവും ദുഃഖമൊക്കെ നമ്മൾ അങ്ങനെയുള്ള സുഖം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നാലും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നാലും നമ്മൾ ഒരുപോലെ തന്നെ ഒരേ രീതിയിൽ സമമായ അവസ്ഥയിൽ അവയെ അഭിമുഖീകരിച്ചാൽ നമുക്കൊരു പ്രശ്നം, നമ്മുടെ ശാന്തിക്കോ സമാധാനത്തിനോ ഒരു പ്രശ്നവും മതി. നിത്യമായ ഒരു ശാന്തി നമുക്ക് ലഭിക്കും. അതാണ് അമരത്വം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മോക്ഷം. മോക്ഷം ചത്തി എന്നിട്ട് പോയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇവിടെ തന്നെ നമ്മൾ തന്നെ സ്വപ്രയത്നത്താൽ നേടേണ്ട ഒന്നാണ്, പരിശ്രമത്താൽ നേടാവുന്ന ഒന്നാണ്. അത് നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചാൽ നമുക്കത് ബോധ്യമാകും. ഇപ്പം നമ്മളുടെ ഒരു അടുത്ത ബന്ധു മരിച്ചു, അപ്പോൾ അമ്മയോ അച്ഛനോ മരിച്ചെന്നിരുന്നോട്ടെ, നമ്മൾ ആ നിമിഷം നമ്മൾ കുറേ ദിവസത്തേക്ക്, അതിനെ തുടർന്നുള്ള കുറേ ദിവസത്തേക്ക് നമ്മൾ അതീവ ദുഃഖിതരാവാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം മറക്കും. നമ്മൾ പഴയ ജീവിതത്തിലേക്ക് ആഹ്ലാദവും സന്തോഷവും ഒക്കെ പങ്കിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ ജീവിക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് ദുഃഖമില്ലാഞ്ഞിട്ടാണ്. നമ്മൾ ആ ദുഃഖത്തെ നമ്മുടെ മനസ്സിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയി. അപ്പം അത് സാധ്യമാണെങ്കിൽ അന്നേരം ഈ കാലയളവ് കുറേ മാസത്തേക്ക് നമുക്ക് ദുഃഖം ഉണ്ടായിക്കൊണ്ടിരുന്ന വസ്തുവിനെ നമ്മൾക്ക് പിന്നിലേക്ക് മാറ്റാമെങ്കിൽ ഈ കാലയളവ് കുറച്ച് അപ്പോഴുണ്ടാകുന്ന വസ്തുക്കളെയും അനുഭവങ്ങളെയും നമുക്ക് അതുപോലെ പിന്നിലേക്ക് വലിക്കാം. അപ്പം നമ്മളെ അത് ബാധിക്കാതെ ഇരിക്കും, നമ്മളെ അത് ക്ഷോഭിപ്പിക്കാതിരിക്കും. അപ്പം നമുക്ക് നമ്മളുടെ സമാവസ്ഥ നമുക്ക് കൈവിടാതിരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രാക്ടീസിലൂടെ, നിത്യമായ അഭ്യാസത്തിൽ കൂടെ അങ്ങനെ ഒരു മനോനിലയിലെത്താൻ നമുക്ക് കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പരിശ്രമിച്ച് അങ്ങനെ ആകാൻ നോക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ശരീരത്തോടു കൂടി ഇരിക്കുന്നിടത്തോളം കാലം സുഖം മാത്രം വേണം എന്ന് ആർക്കും ആഗ്രഹിക്കാൻ പറ്റില്ല. അത് നടക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ഇത് നിന്നെ വേദനിപ്പിക്കുന്നില്ലെങ്കിൽ, നിനക്കത് വ്യഥയുണ്ടാക്കുന്നില്ലെങ്കിൽ നീ അമരനായി ഭവിക്കുക. അതായത് നീ നിത്യമായ ശാന്തി നിനക്ക് കിട്ടും. ഇതാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.